Hello dear students, welcome to the YouTube channel of Universal Institute Kottakkal. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിയർ ഫ്രണ്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ യൂണിവേഴ്സലിൽ 2008 മുതൽ 2011 വരെ ഒരു IIT ബാച്ചിലൊക്കെ ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചൊരു സുഹൃത്ത് എൻ്റെ കൂടെയുണ്ട്. പേര് മുഹമ്മദ് ആസിബ്. ആസിബിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. സോ ഇതാണ് ആസിബ്. ആസിബ് 2011 നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതിയതിൻ്റെ ശേഷം എവിടെ ജോയിൻ ചെയ്തത്? 2008 മുതൽ 2011 വരെ ബാച്ചിൽ യൂണിവേഴ്സലിൽ ഞാൻ പഠിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുസാറ്റ് എൻട്രൻസ് എക്സാം എഴുതി. അവിടെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന കോഴ്സായിരുന്നു എടുത്തിരുന്നത്. അത് 4 വർഷത്തെ കോഴ്സിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെന്റുമായി ദുബായിലുള്ള അൽബോഡി ഡാമിൻ എന്ന കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു. 2015 ഞാൻ പാസ് ഔട്ട് ആയത്. അവിടുത്തെ ക്യാമ്പസ് പ്ലേസ്മെന്റുമായി ഞാൻ അൽബോഡി ഡാമിൻ എന്ന് പറഞ്ഞ ഒരു നെതർലാൻഡ് ബേസ്ഡ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ കോസ്റ്റ് എസ്റ്റിമേറ്റർ, അതായത് ഷിപ്പ് റിപ്പയർ ഡിവിഷനിൽ കോസ്റ്റ് എസ്റ്റിമേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ 5 വർഷം വർക്ക് ചെയ്തു. പിന്നീട് എനിക്ക് യൂറോപ്പിൽ നിന്നൊരു സ്റ്റഡി പ്രോഗ്രാമിന് ഒരു ചാൻസ് കിട്ടി. ഇപ്പൊ ഞാൻ ജർമ്മനിയിലുള്ളത്. വർക്ക് ചെയ്യാണോ പഠിക്കാണോ? വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 2015 കുസാറ്റിൽ നിന്ന് നേവൽ ആർക്കിടെക്ചർ കോഴ്സ് ഗ്രാജുവേറ്റ് ആയ ആസിബ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ? കുസാറ്റിലെ പഠിത്തം കഴിഞ്ഞ് എനിക്ക് നല്ലൊരു 5 ഇയർ എക്സ്പീരിയൻസ് അൽബോഡി ഡാമിൻ എന്ന കമ്പനിയിലൂടെ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ഞാൻ സെർച്ച് ചെയ്യായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്നാണ് ഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത്. ഇത് 2 വർഷത്തെ കോഴ്സാണ്, 2 വർഷത്തെ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമാണ്. അത് ഡുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ വർഷം ബെൽജിയത്തും 2ാമത്തെ വർഷം ജർമ്മനിയിലും ആയിട്ടായിരുന്നു കോഴ്സ് ഉണ്ടായിരുന്നത്. അത് ആദ്യത്തെ വർഷം അഡ്വാൻസ്ഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലായിരുന്നു ഫസ്റ്റ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസ് ആയിരുന്നു. എവിടുന്നാണ് ചെയ്തത് കോഴ്സസ്? കോഴ്സ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ലിയേഷ് എന്ന് പറയുന്ന, അതാണ് പാരന്റ് യൂണിവേഴ്സിറ്റി വരുന്നത്. ദെൻ സെക്കൻഡ് ഇയർ വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് റോസ്റ്റോക്ക്. 2 യൂണിവേഴ്സിറ്റികളിലായിട്ട് 2 ഡിഗ്രി ചെയ്യുന്ന പ്രോഗ്രാം. ഡ്യുവൽ ഡിഗ്രി ആണ്, 2 മാസ്റ്റേഴ്സ് ഡിഗ്രി. ആസിബിന് ഇപ്പോ ഒരു ബിടെക്കും 2 എംടെക്കും ഉണ്ട്. 2 എംടെക് ആണോ അതോ 2 മാസ്റ്റർ ഡിഗ്രി? 2 മാസ്റ്റർ ഡിഗ്രി. ഓക്കെ കറക്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ റോസ്റ്റോക്ക്, അതായത് ജർമ്മനിയിൽ തന്നെ റോസ്റ്റോക്ക് എന്ന സ്ഥലത്ത് മാസ്റ്റർ തിസീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു നെപ്റ്റ്യൂൺ ഷിപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ. ആ സമയത്താണ്, ജോബ് ഹണ്ടിങ്ങിന്റെ സമയത്താണ് CY7 എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് അറിയുന്നത്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത അൽബോഡി ഡാമിൽ നിന്നാണ് ഞാൻ സബ്സി7 എന്ന കമ്പനിയെ കുറിച്ച് അറിയുന്നത്. അതിൻ്റെ റിന്യൂവബിൾ സബ്സിഡറി ആയിരിക്കുന്ന CY7 കുറിച്ച് ഞാൻ അറിഞ്ഞ മുതൽ അവിടെ ജോബിന് വേണ്ടി ഞാൻ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റർ എന്നുള്ള വേക്കൻസി ഞാൻ അവിടെ കണ്ടത്. എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് കോസ്റ്റ് എസ്റ്റിമേഷനിലായതുകൊണ്ട് തീർച്ചയായും ഞാൻ അതിൽ അപ്ലൈ ചെയ്തു. പിന്നെ എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് അതിലുണ്ടായത് കാരണം അതിൽ വളരെ ഈസി അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. യെസ്. അപ്പോൾ ഇന്റർവ്യൂ ആ സമയത്തായിരുന്നു, ഓഗസ്റ്റിലായിരുന്നു, കഴിഞ്ഞ വർഷം. എത്രയായി ഇപ്പോൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട്? ഞാൻ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ജർമ്മനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനി ജർമ്മനി ബേസ്ഡ് ആണോ അതോ നോർവേ ബേസ്ഡ് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്? ഈ കുസാറ്റിൽ നിന്നുള്ള പ്ലേസ്മെന്റ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് കുസാറ്റിന്റെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്, റൈറ്റ്? വളരെ ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. കുസാറ്റിലെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സിന്റെ പ്ലേസ്മെന്റ് വളരെ ഫേമസ് ആണ്. എത്രത്തോളമാണ് ആ പറയുന്ന കാര്യങ്ങൾ? അത് പൂർണ്ണമായി ശരിയാണ് പറഞ്ഞത്. 100% പ്ലേസ്മെന്റ് എല്ലാ ബാച്ചിലും അഷ്വർ ചെയ്യുന്ന ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ് അവിടെ നടന്നത്. 100% പ്ലേസ്മെന്റ്. ഓക്കെ. ബാക്കി ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് 7 കമ്പനിയോളം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ കമ്പനികളിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് എനിക്ക് വേണമെങ്കിൽ 2 ജോബ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പലരും പല കമ്പനികൾ ബേസ്ഡ്, ചിലവർ നേവിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടെ ഉള്ളവരുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും കൂടെ മിഡിൽ ഈസ്റ്റ് കമ്പനിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഏറെക്കുറെ കമ്പനികൾക്ക് കുസാറ്റിൽ നിന്ന് നേവൽ ആർക്കിടെക്ചർ ഗ്രാജുവേറ്റിനെ കിട്ടാത്ത അവസ്ഥ വരെ മേ ബി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയ സമയത്ത് എൻ്റെ പ്രൊഫസറിനെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ വളരെയധികം ഡിമാൻഡുള്ള കോഴ്സാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. കുസാറ്റിന്റെ ആക്ച്വലി അലുമിനി നെറ്റ്വർക്ക് ഈ പ്ലേസ്മെന്റിനെ ആക്ച്വലി സ്വാധീനിക്കുന്നുണ്ടോ?
വളരെയധികം ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷമായിട്ടുണ്ട് കുസാറ്റിലെ നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്? 1972 ആണ് ഐ ഗസ് സ്റ്റാർട്ടിങ്. അതെ. ഓക്കെ, എന്ന് വെച്ചാൽ മോർ ദാൻ 50 years ആയിട്ടുണ്ടാവും ഇപ്പോൾ. Yeah. സോ അലുമിനൈ നെറ്റ്വർക്ക് ഉള്ള കോളേജസ്, നമ്മളെ പ്ലേസ്മെന്റ്, നമ്മൾ പഠിക്കുന്ന കോളേജിന്റെ അലുമിനൈ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണെങ്കിൽ അത് പ്ലേസ്മെന്റ് പാക്കേജിനെയും പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നതിന്റെ തെളിവാണ് ആക്ച്വലി കുസാറ്റിന്റെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. ഇനി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സ്പീരിയൻസസ് ആസിഫിന് ഓർമ്മയുണ്ടോ? ഓഫ് കോഴ്സ് എനിക്കത് എപ്പോഴും മനസ്സിലുള്ള ഒരു സംഭവമാണ്. അതായത് ഞാൻ എൻ്റെ വീട്ടുകാരുടെ ആയാലും എൻ്റെ വൈഫിനോടായാലും എപ്പോഴും ഏതൊരു സമയത്തും ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ യൂണിവേഴ്സിൽ ഏത് സമയത്തും മൈൻഡിലേക്ക് വരുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സിലായാലും ആരെങ്കിലും സയൻസ് ചൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ടോ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ആ ഒരു കാലഘട്ടം പിന്നിട്ടതാണ് നമ്മൾ ആദ്യം ഓർത്തെടുക്കുന്നത്. അതിലേറ്റവും ഒരു വലിയ സ്ഥാനം യൂണിവേഴ്സിറ്റിയിലുണ്ട്. കാരണം ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, +1 +2 പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു കോച്ചിങ് എടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത റാങ്ക് എൻട്രൻസ് എഴുതിയപ്പോൾ കിട്ടി. നമ്മളൊക്കെ +2 കൂടെ ഇല്ലാത്ത റാങ്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെ. അത് കഴിഞ്ഞ് എനിക്ക് ഒരു കോഴ്സിന് പോകാമായിരുന്നു. പക്ഷെ AFSAറിന്റെ ഒരു താല്പര്യപ്രകാരം പിന്നെ AFSAർ നിർബന്ധിച്ചിട്ടുണ്ടോ? അല്ല, എന്ത് പറയാം, അതായത് AFSAർ കറക്റ്റ് ഒരു ഗൈഡൻസ് തന്നു, നിങ്ങൾ അതിന് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ സമയത്ത് നമുക്കൊരു കരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് തരാൻ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു പരിധിയിൽ നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. മേ ബി ആ ഒരു തീരുമാനമായിരിക്കാം മേ ബി കുസാറ്റിൽ ജോയിൻ ചെയ്യാനും അതേപോലെ കുസാറ്റ് കഴിഞ്ഞ് ഈ ഒരുപാട് സ്റ്റെപ്പുകൾ അതിന്റെ ശേഷം ഫർദർ മുന്നോട്ട് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്ത് മേ ബി അങ്ങനെയുള്ള വഴിത്തിരിവുകളായിരിക്കാം. അതെ, ഓഫ് കോഴ്സ്. അതായത് തീർച്ചയായും എനിക്ക് പറയാം അത് തന്നെ ആയിരിക്കും. കാരണം ഞാനൊരു പക്ഷേ റിപ്പീറ്റ് ചെയ്യാതെ പോവുകയായിരുന്നെങ്കിൽ ചിലപ്പം എനിക്കിതേ പാത്ത് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അതായത് കുസാറ്റിൽ അത് ഈ നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ബിൽഡിംഗ് എനിക്കൊരു വഴിത്തിരിവായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ യൂണിവേഴ്സിൽ തീർച്ചയായും ഒരു വഴിത്തിരിവായി തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും IITയോ NITയോ കിട്ടണമെന്നില്ല. എന്നാൽ കുസാറ്റ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കുസാറ്റിൽ ജോയിൻ ചെയ്ത് ഡ്യുവൽ ഡിഗ്രി അതിനുശേഷം കംപ്ലീറ്റ് ചെയ്ത് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ആസിഫാണ് എൻ്റെ കൂടെയുള്ളത്. ഒരു 10 ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ വന്ന സമയത്ത് വൈഫിനെയും കൂട്ടി AFSAറെ കാണാൻ വന്നതിൻ്റെ ഇടയ്ക്കാണ് ആസിഫിനെ കൂട്ടി ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് മക്കൾ ഇതുപോലെ കുസാറ്റിലായിട്ടും മറ്റു കോളേജുകളിലായിട്ടും ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആസിഫിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.